റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ശനിയാഴ്ച വെവ്വേറെ നടന്ന 2 പ്രധാന തീവ്രവാദ വിരുദ്ധ അന്വേഷണങ്ങളിൽ അറസ്റ്റിലായ 8 പുരുഷന്മാരിൽ 7 ഇറാനിയൻ പൗരന്മാരും ഉൾപ്പെടുന്നു. ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യമിടുന്നതിനുള്ള ഗൂഢാലോചന സംബന്ധിച്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു 5 അറസ്റ്റുകൾ എന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ എടുത്ത നാടകീയമായ ദൃശ്യങ്ങളിൽ ഒരാളെ സായുധ ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് കാണിച്ച് മറ്റൊരാളെ സ്വീൻടണിലെ തെരുവിലൂടെ കൈകളിൽ പ്ലാസ്റ്റിക് ബാഗുകൾ വെച്ചുകൊണ്ട് വലിച്ചിഴയ്ക്കുന്നതും ചിത്രീകരിച്ചു. ഭീകരവിരുദ്ധ ചാരവൃത്തി അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരവാദിയായ മെറ്റ്സ് കൗണ്ടർ ടെററിസം കമാൻഡ് നയിച്ച പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ലണ്ടനിൽ 3 ഇറാനിയൻ പുരുഷന്മാരെയാണ് അറസ്റ്റ് ചെയ്തത്. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് നടത്തിയ ഈ ഓപ്പറേഷനുകൾ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ സംസ്ഥാന ഭീഷണിക്കും ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളുമാണെന്ന് ആഭ്യന്തര സെക്രട്ടറി ഏവറ്റ് കൂപ്പർ പറഞ്ഞു. വ്യത്യസ്ത സംഭവങ്ങളെക്കുറിച്ചുള്ള 2 അന്വേഷണങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചതായി കാണുന്നില്ലെന്ന് CTCയുടെ തലവനായ കമാൻഡർ ഡൊമിനിക് മൽഫിയും ഊന്നി പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. ഈ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്ക് അസാധാരണമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിലുടനീളമുള്ള സ്ഥലങ്ങളിൽ അറസ്റ്റിലായ 5 പേരിൽ 4 പേർ 29 വയസ്സുള്ള 2 പേരും 40 വയസ്സുള്ള ഒരാൾക്കും 46 വയസ്സുള്ള മറ്റൊരാൾക്കും ഇറാനിയൻ പൗരന്മാരാണ്. 5ാമന്റെ പൗരത്വവും പ്രായവും ഇപ്പോഴും സ്ഥിരീകരിച്ചു വരികയാണെന്ന് പോലീസ് അഭിപ്രായപ്പെട്ടു. ഹാരി രാജകുമാരന്റെ അഭിമുഖത്തിന് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ഈ ആഴ്ചയിലെ VE ദിന അനുസ്മരണങ്ങളിൽ നിന്ന് ഒന്നും ശ്രദ്ധ തിരിക്കുകയോ ചെയ്യില്ല എന്ന് രാജകുടുംബം പ്രതീക്ഷിക്കുന്നു. യൂറോപ്പിലെ വിജയത്തിന്റെ 80ാം വാർഷികവും 2ാം ലോകമഹായുദ്ധത്തിന്റെ അവസാനവും ആഘോഷിക്കുന്നതിനായി രാജാവും രാജ്ഞിയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു. ഇന്ന് മധ്യ ലണ്ടനിലൂടെയുള്ള സൈനിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. അതിനുശേഷം രാജകുടുംബത്തിലെ അംഗങ്ങൾ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടും. UK സുരക്ഷയെ ചൊല്ലിയുള്ള കോടതി പോരാട്ടത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വെള്ളിയാഴ്ച സസെക്സ് ഡ്യൂക്ക് മാധ്യമങ്ങളോട് തന്റെ പിതാവിൽ നിന്നുള്ള വേർപിരിയലിനെക്കുറിച്ചും അനുരഞ്ജനത്തിനായുള്ള ആഗ്രഹത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു. അതിജീവിച്ച സൈനികരോടുള്ള ബഹുമാനത്തെ മുൻനിർത്തി ബക്കിംഗ്ഹാം കൊട്ടാരം ഏറ്റവും സവിശേഷവും ഹൃദയസ്പർശിയുമായ ഈ വാർഷികത്തിൽ ആ വിലയേറിയ വിജയത്തെയും ആ ധീരാത്മാക്കളെയും പൂർണ്ണ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്നതിൽ നിന്ന് ഒന്നും വ്യതിചലിപ്പിക്കുകയോ ശ്രദ്ധ തിരിക്കുകയോ ചെയ്യില്ല എന്നും പ്രതീക്ഷിക്കുന്നതായും അവർ പറയുന്നു. ബ്രിട്ടനിലെ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ റീഫോം UK പാർട്ടി ജയിച്ചു കയറിയതോടെ കുടിയേറ്റക്കാർക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ ലേബർ ഗവൺമെന്റ്. കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അഭയാർത്ഥികളായി UKയിൽ തുടരാൻ അപേക്ഷിക്കുന്ന പരിപാടിക്ക് അന്ത്യം കുറിക്കാൻ മന്ത്രിമാർ തയ്യാറെടുക്കുന്നു. നാളുകളായി വൈകിയ ഇമിഗ്രേഷൻ ധവളപത്രം എത്രയും വേഗം ഇറക്കാനുള്ള പണിയും നടക്കുന്നുണ്ട്. മെയ് മധ്യത്തോടെ UK സ്റ്റുഡന്റ് വിസയുള്ളവർ അഭയാർത്ഥി അപേക്ഷ നൽകുന്നത് ചുരുക്കാൻ നടപടി വരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. UKയിലേക്കുള്ള നിയമപരമായ കുടിയേറ്റം കുറയ്ക്കാനുള്ള പദ്ധതികൾ തയ്യാറെടുപ്പിന്റെ അന്തിമഘട്ടത്തിലാണ്. വിസ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയാനുള്ള നടപടികളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുകയെന്നാണ് ഗവൺമെന്റിന്റെ നിലപാട്. 2024 UKയിൽ അഭയാർത്ഥിത്വം നേടിയ 1,80,000 പേരിൽ 16,000 പേർക്ക് സ്റ്റുഡന്റ് വിസ ഉണ്ടായിരുന്നുവെന്നാണ് ഹോം ഓഫീസ് കണക്കുകൾ. സിസ്റ്റം ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നതെന്ന് ഹോം സെക്രട്ടറി വൈറ്റ് കൂപ്പർ പറയുന്നു. ഇമിഗ്രേഷൻ നയങ്ങൾ മാസങ്ങളായി ചർച്ചയിലാണെന്ന് ഹോം ഓഫീസ് സ്രോതസ്സുകൾ പറയുന്നുമുണ്ട്. എന്നാൽ റീഫോം തിരഞ്ഞെടുപ്പ് വിജയം പദ്ധതികൾക്ക് വേഗം കൂട്ടിയതെന്നാണ് വസ്തുത. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിൽ വിറങ്ങലിച്ച് നെല്ലിമൂട് ഗ്രാമം. നെല്ലിമൂടിന്റെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രിയപ്പെട്ട 4 യുവാക്കളാണ് മരണപ്പെട്ടത്. തമിഴ്നാട് മുത്തുപേട്ടയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് നെല്ലിമൂട് സ്വദേശികളായ രാജേഷ്, ജയപ്രസാദ്, ഷാജുനാഥ്, രാഹുൽ എന്നിവരെ നാടിന് നഷ്ടമായത്. ശനിയാഴ്ച രാത്രിയിൽ നെല്ലിമൂട്ടിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോയതായിരുന്നു ഇവർ. നാട്ടിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവർ. നെല്ലിമൂട്ടിലെ ക്ഷേത്രോത്സവങ്ങളിലും മറ്റും സാംസ്കാരിക പരിപാടികളിലും മുന്നിൽ നിൽക്കാൻ എപ്പോഴും ഇവരുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനും ഒട്ടും മടിയില്ലാത്ത ഇവരെക്കുറിച്ച് നല്ലത് പറയാൻ മാത്രമേ നാട്ടുകാർക്കും അറിയൂ. അപകടത്തിൽപ്പെട്ടവർ നാട്ടിലെ പേരെടുത്ത ഡ്രൈവർമാർ കൂടിയാണ്. ജയപ്രസാദ് വട്ടപ്പാറ കല്ലയം സ്വദേശിയാണെങ്കിലും നെല്ലിമൂട്ടിൽ BM മോട്ടോഴ്സ് എന്ന സ്ഥാപനം നടത്തുകയാണ്. നെല്ലിമൂട്ടിൽ സഹോദരി ജയലക്ഷ്മിയുടെ വീട്ടിലാണ് താമസം. ഷാജുനാഥ് രവി മൊബൈൽസ് എന്ന സ്ഥാപനം നടത്തിവരുന്നു. മെഡിക്കൽ അനുബന്ധ ബിരുദ കോഴ്സ് പ്രവേശനത്തിനുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ NEET UG പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നു. കേരളത്തിൽ 16 നഗര കേന്ദ്രങ്ങൾക്ക് കീഴിലെ 334 കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ. 1.28 ലക്ഷത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. രാവിലെ മുതൽ തന്നെ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തിയ വിദ്യാർത്ഥിയെ പോലീസിന് കൈമാറി. ഇതൊഴികെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തവണയും കുഴപ്പിച്ചത് ഫിസിക്സ് തന്നെയായിരുന്നു. ഫിസിക്സിനെയും കെമിസ്ട്രിയെയും അപേക്ഷിച്ച് ബയോളജി എളുപ്പമായിരുന്നുവെന്നും മുൻവർഷത്തേക്കാൾ പരീക്ഷ പ്രയാസമേറിയതായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ തന്നെ അഭിപ്രായപ്പെട്ടു. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയതിൽ വഴിത്തിരിവ്. വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയത് നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയാണെന്നാണ് പിടിയിലായ വിദ്യാർത്ഥി നൽകിയ മൊഴി.
സംഭവത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് പറഞ്ഞു. പത്തനംതിട്ട നഗരത്തിലെ തൈക്കാവ് സ്കൂളിലാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി തിരുവനന്തപുരം പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി എത്തിയത്. തുടക്കത്തിലെ പരിശോധനയിൽ തന്നെ പരീക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയിരുന്നു. 1 മണിക്കൂർ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. ഇതിന്റെ ഹാൾ ടിക്കറ്റിലെ റോൾ നമ്പറിൽ മറ്റൊരു വിദ്യാർത്ഥി തിരുവനന്തപുരത്തെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പത്തനംതിട്ടയിലെ വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നത് നിർത്തിവെപ്പിച്ചു. പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതലക്കാരൻ ഉടൻ പോലീസിൽ പരാതി നൽകി. വ്യാജ ഹാൾ ടിക്കറ്റുമായി വന്ന വിദ്യാർത്ഥിയെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ചോദ്യം ചെയ്യലിലാണ് നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയതെന്ന് ഇവർ മൊഴി നൽകി. ഇനി സ്പോർട്സ് വാർത്തകൾ. ആവേശകരമായ പ്രീമിയർ ലീഗ് പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ബ്രാൻഡ്ഫോർഡ് 4-3 എന്ന തകർപ്പൻ വിജയം നേടി. കഴിഞ്ഞ ദിവസം 14 മിനിറ്റിൽ മെയ്സൺ മൗണ്ടിലൂടെ യുണൈറ്റഡ് ലീഡ് നേടിയെങ്കിലും ബ്രെൻഫോർഡിന്റെ ആക്രമണത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. 27 മിനിറ്റിൽ ലൂക്ഷായുടെ സെൽഫ് ഗോളിലൂടെ ബ്രെൻഫോർഡ് സമനില പിടിച്ചു. പിന്നീട് കെവിൻ ഷേഡിന്റെ ഇരട്ട ഗോളുകളും യോനെ വിസയുടെ ഗോളും 74 മിനിറ്റോടെ ബ്രെൻഫോർഡിന് 4-1 ലീഡ് സമ്മാനിക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 111.90 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.